ഹായ്, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാബാണ്. ലാബ് നമ്പർ 27, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇത് നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ കോൺസെപ്റ്റുകൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന +2 6th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷനും ഡിക്രീസിങ് ഫംഗ്ഷനും, ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്ന ഇൻ്റർവെൽ എപ്പോൾ, ഒരു ഫംഗ്ഷൻ ഡിക്രീസിങ് ആകുന്ന ഇൻ്റർവെൽ എപ്പോൾ, ഇത് നമ്മൾ ജിയോജിബ്ര യൂസ് ചെയ്തുകൊണ്ട് ഗ്രാഫിക്കലി ഫൈൻഡ് ചെയ്യും. അതാണ് ഇവിടുത്തെ നമ്മുടെ എയിം എന്ന് പറയുന്നത്. ആൻഡ് കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഡിക്രീസിങ് ആകുമ്പോൾ എന്ത് സംഭവിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഒരു കേവിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് യൂസ് ചെയ്തുകൊണ്ടും ഇത് കണ്ടെത്താം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ലാബിൽ പഠിക്കുന്നത്. ഒരു 3 ടൈപ്പ് ആക്ടിവിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. 3ഉം ഒരുമിച്ച് ചോദിക്കാം, 2 സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ലാബാണ്. അതായത് ഒരുവിധ സ്കൂളുകളിലൊക്കെ ഈ ഒരു ലാബ് ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ നമുക്ക് ഗ്രാഫ് വെച്ചുകൊണ്ട് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ പറഞ്ഞു തരാം. നിങ്ങൾ ആ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, എന്നാലും കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇതാണ് ഇതിൻ്റെ തിയറി പാർട്ട്. നമ്മൾ എക്സ് ആക്സിസിൽ നോക്കിക്കേ, എക്സ് ആക്സിസിൽ ഇങ്ങനെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇതിപ്പോൾ എക്സ് ആക്സിൽ വാല്യൂ ഇങ്ങനെ മാറുക, ഈ വാല്യൂ മാറുന്നത് കൂടി പോവുകയാണ്. അതായത് എക്സ് ആക്സിലെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, എക്സ് ആക്സിലെ വാല്യൂ ഇങ്ങനെയാണ് കൂടുന്നത്. എക്സ് ആക്സിലെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഞാൻ ആദ്യം വരച്ചത് വൈ വാല്യൂയാണ്, ഈ വൈ വാല്യൂ ഇങ്ങനെ കൂടി പോകുന്നുണ്ട്. അപ്പോൾ എക്സ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് വൈ വാല്യൂ കൂടുകയാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വൈ വാല്യൂസിൽ ഇങ്ങനെ ഒരു കയറ്റമാണെങ്കിൽ ഗ്രാഫിൽ വൈ വാല്യൂ, നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് വൈ വാല്യൂസിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് വൈ വാല്യൂ ഇങ്ങനെ കൂടുകയാണെങ്കിൽ, അതായത് ഒരു കയറ്റമാണ് ഗ്രാഫ് കാണാൻ പറ്റുന്നതെങ്കിൽ ആ റീജിയനിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ ആ റീജിയൻ നമ്മൾ എവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്? എക്സ് ആക്സിൽ ആ റീജിയൻ സെലക്ട് ചെയ്യുക. കാരണം ഡൊമൈനിലാണ് നമ്മൾ റീജിയൻ പറയുക. ഇൻക്രീസിങ് ഇൻ്റർവെലും ഡിക്രീസിങ് ഇൻ്റർവെലും ഡൊമൈനിലുള്ള റീജിയൻ എടുത്തുകൊണ്ടാണ് പറയാം. അതൊക്കെ. ഇനി ഇതേ സാധനം തന്നെ നിങ്ങൾ ഈ ഗ്രാഫ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ ഇത് കൂടി വന്ന് പിന്നെ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറയുന്നത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 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 താന്നു വന്നു, അതായത് വൈ വാല്യൂസ് കുറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ -1 മുതൽ ഇവിടെ വരെ പോയ സമയത്ത് എക്സ് വാല്യൂസ് കൂടുക. അപ്പോൾ എക്സ് വാല്യൂസ് കൂടിയ സമയത്ത് വൈ വാല്യൂസ് ആണെങ്കിൽ കുറഞ്ഞു വരികയാണ് ചെയ്തത്. അപ്പോൾ എക്സ് കൂടുമ്പം വൈ കുറയുകയാണെങ്കിൽ ആ റീജിയനിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്. അപ്പോൾ ഏതാ റീജിയൻ എന്ന് പറയുക, ഈ -1 മുതൽ 2 വരെയുള്ള ഈ റീജിയനിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. അതാണ് പരിപാടി. ഇനിയിപ്പോൾ ഇനിയും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെയും ഫംഗ്ഷന് നിങ്ങൾക്ക് ഗ്രാഫിൽ ഒരു കയറ്റം കാണാം. നോക്ക്, പിന്നെ ഒരു കയറ്റം കാണുന്നത്. അതായത് 2 ഇങ്ങോട്ടേക്ക് എക്സ് ആക്സിൽ മൂവ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഫംഗ്ഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കയറ്റമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ കയറി 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 പോകുകയാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് ആവുക? ഒരു ഗ്രാഫ് തന്നിട്ട് ഇവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയതുകൊണ്ട് ഞാൻ മുകളിലേക്ക് ഒരു ആരോ ഇട്ടു. ഈ പച്ച ഭാഗത്ത് ഫംഗ്ഷൻ ഡിക്രീസിങ്, അപ്പോൾ ഞാൻ താഴോട്ടേക്ക് ഒരു ആരോ ഇട്ടു. ഇവിടെ ഫംഗ്ഷൻ, ഈ റീജിയനിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്, അപ്പോൾ ഞാൻ മുകളിലോട്ട് ഒരു ആരോ ഇട്ടു. ഇതെങ്ങനെയാണ് മനസ്സിലാവുക? ഒരു ഗ്രാഫിൽ എക്സ് വാല്യൂസ് കൂടുന്നതിനനുസരിച്ച് വൈ വാല്യൂസ് കൂടുകയാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. ഗ്രാഫിൽ എക്സ് വാല്യൂസ് കൂടുന്നതിനനുസരിച്ച് നമ്മളെടുത്ത രണ്ടാമത്തെ ഈ റീജിയനിൽ എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ വാല്യൂസ്, അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ കുറഞ്ഞു 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 വരികയാണ്. അപ്പോൾ ഈ റീജിയൻ -1 മുതൽ 2 വരെയുള്ള റീജിയനിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. ഇനി 2ന് ശേഷമുള്ള ഏതെടുത്താലും 2 to ഇൻഫിനിറ്റി വരെ പോകാം. ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നോക്ക് നിങ്ങൾ, ഇവിടെ ഇങ്ങനെ കൂടി 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 പോവുക. അതായത് എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ വാല്യൂ, അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. അപ്പോൾ അവിടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻക്രീസിങ്. അങ്ങനെയാണ് നമ്മൾ ഇൻ്റർവെൽസുകളായിട്ട് ഇത് മാറ്റി എഴുതുക. സിമ്പിൾ കാര്യം. ഇതനി എങ്ങനെയാണ്, ഇതിപ്പോൾ ഞാൻ തിയററ്റിക്കലി ആണ് പറഞ്ഞു തന്നത്, ഇത് നമ്മൾ +2 പഠിക്കുന്നതുമാണ്. ഇതെങ്ങനെയാണ് ഗ്രാഫ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഗ്രാഫ് വരയ്ക്കേണ്ടത് x³ - (x²/2 - 2x). സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. -5 5 ഇൻക്രിമെൻറ്റ് 0.01. അത് നമ്മൾ ആദ്യം ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. റെഡി അല്ലേ? അപ്പോൾ നോക്കിക്കോ, ഞാൻ ആദ്യം ഗ്രാഫ് ജിയോജിബ്രയിൽ വരയ്ക്കാൻ പോകുന്നു. നമ്മുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. x³ ആണ്. x³ മൈനസ്, സോറി, ഇൻപുട്ട് ആയിട്ടില്ലല്ലേ. x³ മൈനസ് (x²/2 + 2x). 2x വന്നു, ക്യാപിറ്റൽ എക്സ് വന്നതുകൊണ്ടുള്ള പ്രശ്നം. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ ക്യാപ്സ് ലോക്ക് അടിക്കാതെ
നിങ്ങൾ 2x ഇട്ട് കൊടുത്താലും എക്സ് സ്ക്വയർ ആവട്ടോ, അല്ലാതെ x⁻²² എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. x²/2 നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ ഓൾജിബ്ര വ്യൂവിൽ വരുമ്പോൾ അത് കറക്റ്റായിട്ട് കാണാം. -2x അല്ലേ, -2x. ഇതാണിപ്പോൾ നമ്മുടെ ഗ്രാഫ്. ഇതന്നെയല്ലായിരുന്നു -2x. ഓക്കെ, ഗ്രാഫ് വരച്ചു. ഇനി സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രാഫ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടി. x³ - x²/2 - 2x എന്ന് പറഞ്ഞിട്ട് ഗ്രാഫ് കിട്ടി. നിങ്ങൾക്ക് തന്നെ ഇത് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. നോക്ക്, ഇങ്ങനെ ഫംഗ്ഷൻ കൂടി പോകുന്നുണ്ട്. ഇവിടെ വരെ ഫംഗ്ഷന്റെ വാല്യൂ കൂടി വരികയാണ്. അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഏതാ നോക്കി, എക്സ് ആക്സിൽ -1. അപ്പോൾ ഈ -∞ എന്ന് വന്ന് -1 എത്തുന്നത് വരെ ഫംഗ്ഷൻ കൂടി വരിക. ആൻഡ് ഈ -1ൽ നിന്ന് നമ്മൾ ഈ 2ൽ എത്തുന്ന സമയത്ത് ഈ ഒരു ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ നോക്ക്, നിങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരിക. അപ്പോൾ ഡിക്രീസിങ് ആയി, കുറഞ്ഞു വരികയല്ലേ. പിന്നെ 2 to ∞ അതായത് 2 ∞ പോകുന്നതിനനുസരിച്ച് ഈ ഫംഗ്ഷന്റെ y വാല്യൂ കൂടി പോവുക. അപ്പോൾ അവിടെ ഫംഗ്ഷൻ എന്തായിരിക്കും, ഇൻക്രീസിങ് വരിക. അപ്പോൾ നമുക്ക് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നു, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്ലൈഡർ -5 മിനിമം, 5 മാക്സിമം ആൻഡ് ഇൻക്രിമെന്റ് 0.01 ആണ് പറഞ്ഞത്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളോട് പോയിന്റ്സ് മാർക്ക് ചെയ്യാനാണ് അടുത്തത് പറഞ്ഞത്. പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പറഞ്ഞ പോയിന്റ്സ് ഏതാണെന്നുള്ളത് നോക്കിക്കേ. ഇതാണ് നിങ്ങളുടെ പോയിന്റ്സ്, a(f)(യും 0(f)(യും, എയും ബിയും. അപ്പോൾ അത് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. a(f)(യും 0(f)(യും കേട്ടോ. ക്യാപിറ്റൽ A is equal to a(f)(a). സ്മോൾ ലെറ്റേഴ്സ് കൊടുക്കേണ്ടടുത്ത് സ്മോൾ ലെറ്റേഴ്സ് തന്നെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അത് കറക്റ്റായിട്ട് വരില്ല. a(f)(a) എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, എൻ്റർ. അപ്പോൾ A എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടി. അതേപോലെ നമുക്ക് ബിയും ക്രിയേറ്റ് ചെയ്യാം. B is equal to ക്യാപിറ്റൽ B ആണ്. ക്യാപിറ്റൽ B is equal to 0(f)(a) ആണ്. അപ്പോൾ 0, f(a) റെഡി. അപ്പോൾ 0, f(a) എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നോക്ക്, എയും ബിയും ആയിട്ടുണ്ട്. ഇനി നിങ്ങളോട് എയും ബിയും ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെടുത്താൽ മതി, ലൈൻ എടുക്കുക, സെഗ്മെന്റ് എടുക്കുക. അപ്പോൾ എയിൽ ക്ലിക്ക് ചെയ്യുക, അതേപോലെ ബിയിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടിലും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എ ബി ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ സെഗ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആണ്. ഇനി പറഞ്ഞത് നോക്കേ, ഗ്രാജുവലി ചേഞ്ച് ദ വാല്യൂ ഓഫ് സ്ലൈഡർ ഫ്രം -5 to 5 ആൻഡ് ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് പോയിന്റ് ബി. ബിയുടെ മൂവ്മെന്റ് നിങ്ങളോട് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് ബി ആസ് A increases from -∞ to ∞. Find the intervals in which function increasing and decreasing. ഇതുവരെ പറയുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനിതാ എയുടെ സ്ലൈഡർ ഇങ്ങോട്ടേക്ക് നീക്കി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എ പോകുന്നതിനനുസരിച്ച് നോക്കിക്കേ, എ ഇങ്ങനെ നീങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയുടെ വാല്യൂ ഇങ്ങനെ കൂടി പോകുന്നതിനനുസരിച്ച്, അതായത് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, എ എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ എക്സ് ആക്സിലെ പോയിന്റ് കാണാം. എ വെച്ച് നമ്മൾ എക്സ് ആക്സിലെയും വൈ ആക്സിലെയും പോയിന്റ് കമ്പൈൻ ചെയ്താൽ പറയുന്നത്. അപ്പോൾ എയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച്, എയുടെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂസ് കൂടുകയാണ്. എക്സ് വാല്യൂസ് കൂടുന്നുണ്ട്, അതായത് എ എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ ഇവിടെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, -2.29 ആൻഡ് അത് കൂടുന്നതിനനുസരിച്ച് ഫംഗ്ഷന്റെ വാല്യൂ ബി എന്ന് പറയുന്നത് -1.62 ഇനി ഇതാ അടുത്തതിൽ ഇങ്ങനെ കൂടി ഇപ്പൊ ഇവിടെ എത്തുന്ന സമയത്ത് നോക്ക്, ഇത് കൂടി വരിക. ഇത് കൂടുന്നതിനനുസരിച്ച് ബിയും കൂടുന്നുണ്ട്. ഏത് പോയിന്റിൽ വരെയാൻ മാത്രം എന്നറിയുക, ഇവിടെ വരെ മാത്രം. നിങ്ങളുടെ ഈ -1 എ -1ൽ എത്തുന്നത് വരെ ഇത് ഇങ്ങനെ കൂടി കറക്റ്റ് ആയിട്ട് പോകും. ഇനി നോക്കിക്കോ. അപ്പോൾ നിങ്ങൾ -∞ നിന്ന് -1 വരെ, എക്സ് ആക്സിലെ -∞ നിന്ന് -1 വരെ എത്തിയ സമയത്ത് y വാല്യൂസ് കൂടിയതാ. നിങ്ങൾക്ക് കാണാം ഈ ബി ഇങ്ങനെ ഗ്രാഫിലോട്ട് കയറി പോവുക. പക്ഷെ ഇനി നോക്കേ, എയുടെ വാല്യൂ ഇനിയും കൂടുതൽ തന്നെയാണ്. കാരണം എ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ബിയുടെ വാല്യൂ നേരെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്, അതായത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു പോകുന്നത് കണ്ടോ നിങ്ങൾ. അതാണ് നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ 2ൽ എത്തുന്ന സമയത്ത് അതെന്താവും, കറക്റ്റ് 2ൽ എത്തിയ സമയത്ത് അവിടെ നിന്നു. ഇനി 2ൽ നിന്ന് ഞാൻ എക്സ് ആക്സിൽ ഈ പോയിന്റ് ആണ്, 2ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് വാല്യൂസ് കൂടുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോക്ക്, ബി പിന്നെയും കൂടുക, അതായത് എക്സ് വാല്യൂസ് കൂടുന്നതിനനുസരിച്ച് വൈ വാല്യൂയും കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം എന്താ, നിങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയുള്ള ഇന്റർവെൽ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഫംഗ്ഷന്റെ ഗ്രാഫിൽ ഇങ്ങനെ കയറ്റമാണോ, എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ വാല്യൂ കൂടുകയാണോ, ആ റീജിയനിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും.
ആൻഡ് കുറയുകയാണോ അവിടെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. കൂടുകയാണെങ്കിൽ ഇൻക്രീസിങ്, കുറയുകയാണെങ്കിൽ ഡിക്രീസിങ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രീമം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്ട്രീമം എടുക്കുക, എന്നിട്ട് ഈ ഗ്രാഫ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കിട്ടുന്നത് എവിടെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ സി എന്ന് പറയുന്ന പോയിന്റ് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്ക്. സി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് വാല്യൂ എന്താ? -1 ആണ്. അപ്പോൾ നമുക്ക് കൺഫേംഡ് ആണ് കാര്യം. അതായത് ഈ പോയിന്റിൽ എത്തുമ്പോൾ ഫംഗ്ഷൻ ഒരു മാക്സിമം വാല്യൂ കിട്ടുന്നുണ്ട്, പിന്നെയാണ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ വരെ ഫംഗ്ഷൻ കൂടിയാണ് വരുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ സി എന്ന് പറയുന്നതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? -1. അപ്പോൾ -∞ മുതൽ -1 വരെ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ആൻഡ് ഈ സി മുതൽ ഡി വരെ, അപ്പോൾ സി എന്ന് പറയുന്നത് -1, ഡി എന്ന് പറയുന്നത് എക്സ് വാല്യൂ അവിടെ ഡൊമൈനിൽ 2 ആണ്. അപ്പോൾ -1 മുതൽ 2 വരെ അത് നിങ്ങൾക്ക് ഇവിടെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. -1 മുതൽ 2 വരെ പോകുമ്പോൾ ഫംഗ്ഷൻ ഡിക്രീസിങ് കുറഞ്ഞു വരുന്നു. ആൻഡ് 2 to ഇൻഫിനിറ്റി, 2ൽ നിന്ന് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇൻക്രീസിങ്. അപ്പോൾ നിങ്ങളോട് ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ. നിങ്ങളോട് ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവെൽ എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്നറിയോ? ഇൻക്രീസിങ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളാണ്. ഇൻക്രീസിങ് ഇൻ്റർവെൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് ഇൻ്റർവെൽസ് എഴുതാം. ഒന്ന് -∞ ടു എവിടെ വരെ പോകും? -∞ ടു -1 വരെ. അപ്പോൾ -∞ ടു -1 കൊടുക്കുക. -∞ ടു -1 കൊടുത്തു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? അത് മൗസ് കൊണ്ട് വരയ്ക്കുന്നത് കൊണ്ടുള്ള ചെറിയ പ്രശ്നമാണ്. യൂണിയൻ കൊടുക്കുക. കാരണം ഒരു ഇൻക്രീസിങ് ഇൻ്റർവെൽ കൂടി ഉണ്ട്. ഇത് ഇൻക്രീസിങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ മുകളിലോട്ട് ആരോ ഇട്ടത്. എവിടെ മുതൽ? 2 to ഇൻഫിനിറ്റും അതേപോലെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2, കൂടി കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് ഇൻക്രീസിങ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിക്രീസിങ് ഇൻ്റർവെൽ നിങ്ങൾ കണ്ടു. -1 to 2 വരെയാണ് ഡിക്രീസിങ് ഇൻ്റർവെൽ. ഇങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ഒക്കെ ഓപ്പൺ ഇൻ്റർവെൽ ആണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ വരില്ല. ഓക്കെ, റെഡി. ഈ കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇൻഫിനിറ്റി ഉള്ളത് കൊണ്ട് എന്തായാലും ഓപ്പൺ ഇൻ്റർവെൽ ആണ്. ആൻഡ് ഈ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആകുന്ന കറക്റ്റ് അത് മാറുന്ന പോയിന്റുകളിൽ നമ്മൾ ഓപ്പൺ ഇൻ്റർവെല്ലേ എടുക്കും. റെഡി. കാരണം അവിടെ ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും. ക്രിറ്റിക്കൽ പോയിന്റ് ഒക്കെ വന്നിട്ടുള്ള കേസാണ്. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മതി. ഇതാണ് ആൻസർ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. റെഡി. ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, നിങ്ങൾ ചെറിയൊരു ചേഞ്ച് കൊടുത്തുകൊണ്ട് ഇതൊന്നുകൂടി മാറ്റണം. ഇത് നിങ്ങൾ ഒന്നുകൂടി മാറ്റണം. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ചേഞ്ച് ഫങ്ഷൻസ് ഇങ്ങനെയൊക്കെ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഫംഗ്ഷനിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനൊന്നും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഫംഗ്ഷന് പകരത്തെ റീപ്ലേസ് ചെയ്താൽ മതി. ഞാൻ ഇതിലെല്ലാം ചെയ്യുന്നില്ല, ഇതൊന്ന് ചെയ്ത് നോക്കാം. sin x + cos x, x belongs to 0 to 2π ആകുന്ന സമയത്ത് ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവെൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്ക്, sin x + cos x ആണ് ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ ഇവിടെ പുതിയൊരു ഫംഗ്ഷൻ കൊടുക്കാം. sin x നമുക്ക് ഇഫ് വെച്ചിട്ട് കൊടുക്കട്ടോ. ഇഫ് വെച്ച് കൊടുത്താലേ കണ്ടീഷൻ ഇതും കൊടുക്കും. അതായത് x 0ൻ്റെയും 2πൻ്റെ ഇടയിലാകണമെന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇഫ് കണ്ടീഷൻ എന്താ? x belongs to 0 to 2π അല്ലേ? അതായത് അതിൻ്റെ അർത്ഥം x belongs to close to 0 to 2π എന്നാ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. 0 < to x < to 2π. അപ്പോൾ അതാ 2π സാധാരണ ഇതുപോലെ p ആയി നിട്ട് കൊടുത്താൽ 2π ആയി. ദെൻ കണ്ടീഷൻ എന്താ നോക്ക്. കണ്ടീഷൻ അങ്ങനെയാണെങ്കിൽ sin x + cos x ആണ്. sin x + cos x. ഓക്കെ, ഇതാ കൊടുത്തു. ഇനി ഞാനിത് എൻ്റർ അടിച്ചപ്പോൾ എനിക്ക് ഈ ഗ്രാഫ് വന്നു. ഓക്കെ, ഞാനത് പുതിയൊരു ഫംഗ്ഷൻ ആയിട്ടുള്ളത് അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ f(x) എന്ന് പറയുന്നത് ഹൈഡ് ചെയ്തു. ആൻഡ് ഈ പോയിന്റ്സ് ഒക്കെ വേണമെങ്കിൽ എനിക്ക് ഹൈഡ് ചെയ്യാം. അതൊന്നും നമുക്ക് കാണണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഓക്കെ, വേണേൽ സ്ലൈഡർ അവിടെ നിന്നോട്ടെ അല്ലേ? സ്ലൈഡർ അതിന് ഓക്കെ. ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തേ. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എഫിൻ്റെ ടേമില്ല. അപ്പോൾ അതുകൊണ്ട് സ്ലൈഡർ വെച്ച് ചെയ്യുന്നതിലും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് എ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ 0 f(a) എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പോൾ എഫിൻ്റെ ടേമിലാണ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് വേണമെന്നില്ല. ഓക്കെ, സ്ലൈഡറും നമുക്ക് ആവശ്യമൊന്നുമില്ല. നമുക്ക് ബേസിക്കലി ഈ ഒരു ഗ്രാഫ് മാത്രം മതി. ഇവിടുന്ന് തന്നെ നമുക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ എക്സ് ആക്സിലെ പോയിന്റ്സ് കണ്ടോ നിങ്ങൾ? എക്സ് ആക്സിലെ പോയിന്റ് 0, 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാനത് നമ്മുടെ ഇൻ്റർവെല്ലിൽ 0 മുതൽ 2π വരെയല്ലേ തന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടത് ഗ്രാഫിക് വ്യൂവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക.
അവിടെ നിങ്ങൾ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ് കാണും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ് ഒരു കോളം കാണാം. ഇവിടെ ആ എക്സ് ആക്സിൽ ഡിസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് π/2ൻ്റെ ടേമിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. π/2ൻ്റെ ടേമിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത് നിങ്ങളുടെ π/2 അല്ലെങ്കിൽ π/4 ആക്കിക്കും. കാരണം π/4 ആക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. π/4ലേക്ക് വരുത്തിച്ചോ. അതാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് π/4 ആക്കിയത്. ഓക്കെ, റെഡി. അപ്പോൾ ഞാൻ അത് വരച്ചു. നിങ്ങളുടെ ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണാം sin x + cos x എക്സ് ഇവിടെ ഇൻ്റർവെലൊക്കെ ഇവിടെ കറക്റ്റ് ഉണ്ട് കേട്ടോടാ. 0 < or 2π എന്നൊക്കെ അവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും കൺഫ്യൂഷൻ വേണ്ട. ഇനി നോക്ക് നിങ്ങൾ ഗ്രാഫ് ഇതാണ് ഗ്രാഫ്. ഗ്രാഫ് ഒബ്സർവ് ചെയ്താൽ തന്നെ നിങ്ങൾക്കറിയാം ഫംഗ്ഷനിൽ കയറ്റം വരുന്ന റീജിയൻ ഏത്. ഇവിടെ മുതൽ 0 മുതൽ π/4 വരെ ഫംഗ്ഷൻ ഒരു കയറ്റുണ്ട്. ആൻഡ് π/4 മുതൽ പിന്നെ ഇങ്ങനെ ഇറക്ക എവിടെ വരെ പോകുന്നുണ്ട് നോക്കുക. 5π/4 എക്സ് ആക്സിലെ 5π/4 വരെ. പിന്നെ 5π/4 മുതൽ 2π വരെ പിന്നെ കയറ്റാം. അപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലായി. ഇൻക്രീസിങ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 0 മുതൽ ക്ലോസ്ഡ് 0 കൊടുക്കാം. കാരണം 0 to 2π വരെ കറക്റ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇൻക്രീസിങ് ഇൻ്റർവെൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയോ? ക്ലോസ്ഡ് 0 to π/4. π/4 എന്തായാലും ഓപ്പൺ ഇൻ്റർവെൽ കൊടുക്കണം. ഓക്കെ, അടുത്ത ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവെൽ 5π/4 ടു ക്ലോസ്ഡ് 2π അല്ലേ. നോക്ക് 5π/4 മുതൽ 2π വരെ. അപ്പോൾ 2πക്കും ക്ലോസ്ഡ് ഇൻ്റർവെൽ കൊടുക്കുക. ആ രണ്ട് ഇൻ്റർവെലും ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഒരു യൂണിയൻ കൊടുത്താൽ മതി. ആൻഡ് ഡിക്രീസിങ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ π/4 ടു എവിടെ വരെയാ 5π/4 രണ്ടിനും ഓപ്പൺ കൊടുക്കുക. കാരണം ഇവിടെ രണ്ടിടത്തും എക്സ്ട്രീം വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഓപ്പൺ ഇൻ്റർവെൽ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതാ നോക്കിക്കോ, ഞാൻ നിങ്ങൾക്ക് ഇത് ഗ്രാഫിക്കലി വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ കേസ് മാത്രമാണ് നമ്മൾ എഴുതുന്നത്. ഇതിൻ്റെ ഇൻക്രീസിങ് ആകുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു. ഇൻക്രീസിങ് ആകുന്നത് 0 വരുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം 0 മുതൽ 2π വരെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ 0 to π/4 ആണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്ന ഒരു ഇൻ്റർവെൽ. 0 to π/4. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽ ആണ്. ആൻഡ് യൂണിയൻ പിന്നെ അടുത്തത് എന്താണെന്നറിയോ? 5π/4 to 2π. അവിടെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഞാൻ എഴുതിയത് അതാണെന്നുള്ളത്. 5π/4 ടു മൗസ് കൊണ്ട് എഴുതുന്നത് കൊണ്ട് കറക്റ്റ് ആയിരിക്കണമെന്നില്ല. 5π/4 മുതൽ 2π വരെ ഫംഗ്ഷൻ എന്താണ് വീണ്ടും ഇൻക്രീസിങ്. അപ്പോൾ രണ്ടും വരുന്നത് കൊണ്ട് 2πയിൽ ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ കൊടുക്കുക. ഈ രണ്ട് റീജിയനിലാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക. ഡിക്രീസിങ് ആവുന്ന റീജിയൻ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ π/4 ടു 5π/4. അത് നിങ്ങൾ ഗ്രാഫ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് പറയുക? ഫംഗ്ഷനിൽ ഒരു കയറ്റമാണെങ്കിൽ, അതായത് എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കൂടുകയാണെങ്കിൽ, സിംപ്ലി പറയുകയാണെങ്കിൽ ഫംഗ്ഷൻ്റെ ഒരു കയറ്റമാണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ ഇൻക്രീസിങ് ഇൻ്റർവെൽ ആയിരിക്കും. ഫംഗ്ഷനിൽ ഒരു ഇറക്കം ഇങ്ങനെ കുത്തനെ താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഡിക്രീസിങ് ഇൻ്റർവെൽ ആയിരിക്കും. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇൻ്റർവെൽ എഴുതേണ്ടത് എക്സ് ആക്സിലെ റീജിയൻ വെച്ചിട്ടാണ് കേട്ടോ. എക്സ് ആക്സിലാണ് 0 മുതൽ π/4 വരെ എടുത്ത സമയത്താണ് വൈ വാല്യൂ കൂടിപ്പോയത്. π/4 മുതൽ 5π/4 വരെ എക്സ് ആക്സിൽ വന്ന സമയത്താണ് നിങ്ങളുടെ ഫംഗ്ഷൻ്റെ വാല്യൂ കുറഞ്ഞു വന്നത്. അപ്പോൾ ഡിക്രീസിങ് ഇൻ്റർവെൽ. 5π/4 മുതൽ 2π വരെ എടുത്ത സമയത്താണ് ഫംഗ്ഷൻ്റെ വൈ വാല്യൂ ഇങ്ങനെ കൂടിപ്പോയത്. അപ്പോൾ ഇൻക്രീസിങ് ഇൻ്റർവെൽ. ഐഡിയ ഇതാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഞാൻ അത് കഴിഞ്ഞു. ഇതുപോലെ ഈ ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവെൽ കിട്ടും. സിമ്പിൾ. ഇനി ഞാൻ ഇതാ നോക്കിക്കോ, നമ്മൾ അടുത്തത് അതായത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ സ്ലോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തുന്നതാണ്. നമ്മളിത് നേരത്തെ യൂസ് ചെയ്ത ഫംഗ്ഷൻ തന്നെ അല്ലായിരുന്നു? യെസ്, എബോവ് ആക്ടിവിറ്റിയിലുള്ള ഫംഗ്ഷൻ തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിലേ നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? ഓക്കെ, എബോവ് ആക്ടിവിറ്റിയിലുള്ള ഫംഗ്ഷൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അത് കൂടുതലായിട്ട് എന്ത് ചെയ്യണ്ട, ഞാൻ കഷ്ടപ്പെട്ട് ബാക്കിയുള്ളത് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്ലൈഡറും എയും ബിയും ഒക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ എന്ത് ചെയ്യാം, അത് വരയ്ക്കാം. അപ്പോൾ ബിയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി അവിടെ പറയുന്നത് എന്താ നോക്കാം നമുക്ക്. ക്രിയേറ്റ് എ സ്ലൈഡർ എ ആൻഡ് പ്ലോട്ട് ദ പോയിന്റ് എ. എ എന്ന് പറഞ്ഞാൽ എ എഫ് ഓഫ് എ ആണ്. എ എന്ന് പറഞ്ഞാൽ എ എഫ് ഓഫ് എ. അത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രോ എ ടാൻജൻറ്റ് ടു ദ കർവ് അറ്റ് എ. എ എന്ന് പറയുന്ന പോയിന്റ് ടാൻജൻറ്റ് ഡ്രോ ചെയ്യുക. ഫൈൻഡ് ഇറ്റ് സ്ലോപ്പ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നൊരു കാര്യം നിങ്ങളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഇത് നിങ്ങളുടെ ഫംഗ്ഷനാണ്. ഏത്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പം ഈ ഫംഗ്ഷൻ്റെ നോക്ക്, ഈ ഫംഗ്ഷൻ്റെ അതായത് ഈ ഒരു കേർവിൻ്റെ ടാൻജൻ്റ് ആണ് ഇപ്പോൾ ഈ ബ്ലൂ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് ടാൻജൻറ്റ്.
ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ ഇതാണ് നിങ്ങൾ ഇവിടെ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ടാൻജൻ്റ് ആണ്, ടാൻജൻറ്റ് ഞാൻ എഴുതിയില്ല. ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. അതായത് എഫ് ഡാഷ് എക്സ് ആയിരിക്കും നിങ്ങളുടെ ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. എഫ് ഡാഷ് എക്സ് ഒന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്ലോപ്പ് നിങ്ങൾ പറയുന്ന വേറൊരു എം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് പറയുന്ന വേറൊരു ടേം ഉണ്ട്, എം ഈക്വൽ ടു ടാൻ തീറ്റ. അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ബേസിക്കലി നമ്മളൊരു കേവ് തന്നിട്ട് ആ കേവിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് പറയണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ കേവ് ആ ഫംഗ്ഷൻ ഇല്ലേ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. എഫ് ഡാഷ് എക്സ് ആയിരിക്കും സ്ലോപ്പ് ഇല്ലേ. ഒരു കേവ് നിങ്ങൾ നോക്കി, ഈ കേവാ ഇത്, ഈ ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്, അതിനെയാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ ടാൻജൻറ്റ് ആകുമ്പോൾ എന്തായാലും, ടാൻജൻറ്റ് എന്നല്ല, ഒരു ലൈൻ ആകുമ്പോൾ എന്തായാലും അതിനൊരു സ്ലോപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കാണണമെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്തിയാൽ മതി. ഓക്കെ, ആ പോയിന്റിലുള്ള ഡെറിവേറ്റീവ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കിട്ടും. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് ആണ് സ്ലോപ്പ് എന്ന് മനസ്സിലാക്കി. ഓക്കെ, നമുക്കിവിടെ എ എഫ് ഓഫ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഫൈൻഡ് ദി ഇന്റർവെൽസ് ഇൻ വിച്ച് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എ എഫ് ഓഫ് എന്ന് പറയുന്ന പോയിന്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എ എന്ന് പറയുന്നത് എ എഫ് ഓഫ് എ, അത് നമുക്ക് നേരത്തെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടേ ആ പോയിന്റ് ഇതാ, ഇത് എ എഫ് ഓഫ് എ ആണ് കേട്ടോ ഈ പോയിന്റ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തോളാം, ബാക്കിയുള്ളതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തതായിരുന്നു. അപ്പോൾ അതാ നോക്ക്, ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ്. കാണാം, ബുദ്ധിമുട്ടില്ല. എ എഫ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റ് ആണിത്. കറക്റ്റാണ്, എ എഫ് ഓഫ് എ നിങ്ങൾ മാർക്ക് ചെയ്താൽ ഈ പോയിന്റാണ് കിട്ടുക. റെഡി. ഇനി വേറൊരു വിഷയം എന്താണെന്നറിയോ, ഇത് ഞാൻ നേരത്തെ മാറ്റിയപ്പോൾ ഇതിൻ്റെ എക്സ് ആക്സിസിൽ π/4 വരുന്ന ഇൻ്റർവെൽസാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ഗ്രാഫിക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയിട്ടുണ്ടെങ്കിൽ, സോറി ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് അല്ല, ഈ ഗ്രാഫിൽ സെലക്ട് ചെയ്യുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണേ. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രാഫിക്സ് കാണാം. ആ ഗ്രാഫിക്സിൽ എക്സ് ആക്സിസ് പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസ് ഓക്കെ π/4 എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ 1 വെച്ചിട്ടുള്ളതായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് മാറ്റി. ഓക്കെ, ഇപ്പം നമുക്ക് എക്സ് ആക്സിലെ വാല്യൂസ് 1 ആയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആദ്യം മുതലേ ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ ആയിരിക്കും നോർമലി ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒന്ന് ചെയ്ത് വേറൊന്ന് ചെയ്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇനിതാ അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ പോകുന്നുണ്ട്. എന്ന് പറയുന്ന പോയിന്റ് ഒക്കെ പോകുന്നുണ്ട്. നമ്മളോട് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിന് ഒരു ടാൻജൻറ്റ് വരയ്ക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയോ? ടാൻജൻറ്റ് വരയ്ക്കണമെങ്കിൽ ഇതാ, നിങ്ങൾ ഈ ടൂൾ എടുക്കുക, ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള, ലൈൻ അല്ല, നമ്മുടെ ടാൻജൻറ്റ് എവിടെ ആയിരുന്നുള്ള, സോറി ലൈൻ അല്ലതാ, ഇതിലാണ് ടാൻജൻറ്റ് ഉണ്ടാവുക, നാലാമത്തതിൽ. അപ്പോൾ ഈ നാലാമത്തത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിൽ പോയിട്ട് ടാൻജൻറ്റ് സെലക്ട് ചെയ്യുക. ടാൻജൻറ്റ് വരയ്ക്കേണ്ടത് എവിടെയാണ്? നിങ്ങൾക്ക് ഈ കേവും അതേപോലെ തന്നെ ഈ പോയിന്റിനുള്ള ടാൻജൻറ്റാണ്. ആ കേവിൻ്റെ ടാൻജൻ്റ് ആണ്, പക്ഷേ ഈ പോയിന്റിലൂടെ ഉള്ള ടാൻജൻറ്റാണ്. അപ്പോൾ നോക്ക്, നിങ്ങൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾക്ക് ടാൻജൻറ്റ് കാണാം. വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റാം. കളർ നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ പറ്റുന്ന ഒരു കളറായിട്ട് ഞാനൊരു റെഡ് കൊടുക്കാം. അപ്പോൾ നോക്ക്, റെഡാണ് ഇപ്പോൾ നിങ്ങളുടെ ടാൻജൻറ്റ്. അപ്പോൾ ഈ ടാൻജൻറ്റ് നമ്മളെ ഈ എ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആ പോയിന്റ് കണ്ടോ, നിങ്ങളുടെ എ എഫ് ഓഫ് എന്ന് പറയുന്നത് ആ പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. പോയിന്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ടാൻജൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. കണ്ടോ നിങ്ങൾ, ടാൻജൻറ്റ് ഓരോ പോയിന്റിൽ എത്തുന്ന സമയത്തും ഓരോ രീതിയിലാണ് ടാൻജൻറ്റ് വരുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാൻജൻറ്റ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഒന്നുമില്ല, ഒരു പോയിന്റ് നമ്മൾ എ എഫ് ഓഫ് എന്ന് പറയുന്ന പോയിന്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലൈഡർ വെച്ചിട്ട്, സ്ലൈഡറിൽ എ ആണുള്ളത്, സ്മോൾ ലെറ്റർ എ. എന്നിട്ട് നമ്മൾ ചെയ്ത കാര്യം എന്താ, ഇവിടെ നാലാമത്തതിൽ പോയിട്ട് ടാൻജൻസ് എടുത്തിട്ട് ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ഏത് ലൈനിലാണോ, സോറി ഏത് കേവിലാണോ വരയ്ക്കേണ്ടത് ആ കേവും ഏത് പോയിന്റിലാണോ ആ പോയിന്റും ക്ലിക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇനിയാണ് നമ്മുടെ ഈ തിയറി കൺസെപ്റ്റുകൾ വരുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്തു. ഫൈൻഡ് ദി ഇന്റർവെൽസ് ഇൻ വിച്ച് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം? ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആകുന്നത് എപ്പോഴാണ്? എഫ് ഡാഷ് എക്സ്, കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ, എഫ് ഡാഷ് എക്സിൻ്റെ ടേമിലാണ് നമ്മൾ ഇതിനി പറയുന്നത് കേട്ടോ. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ അവിടെ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. അതായത് എഫ് ഡാഷ് എക്സ്
ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ ദ ഫസ്റ്റ് പോയിന്റ് ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന സ്ഥലത്താണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക. ആൻഡ് അതേപോലെ തന്നെ ഡിക്രീസിങ്, ഞാൻ താഴോട്ടുള്ള ആരോ ആണ് കൊടുത്തത്. എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആകുന്നത് എന്താ? എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആ ഒരു കേവില് ടാൻജന്റിന്റെ സ്ലോപ്പും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുണ്ടല്ലോടാ, എന്ത് കണ്ടെത്തിയാൽ മതി എന്നറിയോ? എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആകുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് എന്താ? ടാൻജന്റിന്റെ സ്ലോപ്പ്. ടാൻജന്റിന്റെ സ്ലോപ്പ് പോസിറ്റീവ് ആകുന്ന റീജിയൻ ഏതാണോ അവിടെ ആയിരിക്കും ഇൻക്രീസിങ് ഇന്റർവെൽ. ഐഡിയ മനസ്സിലാക്കണേ. ടാൻജന്റിന്റെ സ്ലോപ്പ് അതായത് എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആകുന്ന റീജിയൻ എവിടെയാണോ അവിടെ ആയിരിക്കും ഡിക്രീസിങ് ഇന്റർവെൽ. അതായത് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആകുന്ന ഡൊമൈനിലെ റീജിയനിലാണ് ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുക. അപ്പൊ അങ്ങനെ വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ടെത്താം. അപ്പൊ ഞാൻ പറയുന്ന കാര്യം ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിന്റെ സ്ലോപ്പ് കൂടി കണ്ടെത്തണം. നമ്മളിപ്പോൾ ടാൻജന്റ് വരച്ച് വെച്ചിട്ടേ ഉള്ളൂ, സ്ലോപ്പ് കണ്ടെത്തിയിട്ടില്ല. എങ്ങനെയാണെന്നറിയോ സ്ലോപ്പ് കണ്ടെത്താം? നിങ്ങൾ ആംഗിൾ എടുക്കാം. ആംഗിളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞ് കാണാം. സ്ലോപ്പ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആരുടെ സ്ലോപ്പാണ് വേണ്ടത്? ഈ ലൈൻ്റെതല്ലേ. അപ്പോൾ ആ ലൈനിൽ സെലക്ട് ചെയ്താൽ മതി. ലൈൻ്റെ സ്ലോപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. നോക്ക്, ഈ ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എം ഈക്വൽ ടു -0.69 അത് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഓൾജിബ്ര വ്യൂവിൽ കാണാം. ഓക്കെ, ഇനി ഞാൻ സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സ്ലോപ്പ് മാറുന്നത് കണ്ടേ. ഇപ്പോൾ സ്ലോപ്പ് 5.31 സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സ്ലോപ്പ് കുറഞ്ഞ് വരുന്നുണ്ടോ? ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റും. സ്ലോപ്പ് ആരുടെ സ്ലോപ്പാ? ഈ ടാൻജന്റിന്റെ സ്ലോപ്പ്. ടാൻജന്റിന്റെ സ്ലോപ്പ് ഇവിടെ നിങ്ങൾക്ക് മാറുന്നത് കാണാം. ലെഫ്റ്റ് സൈഡിൽ 3.9 ഇവിടെയും കാണാം, ഗ്രാഫിക് വ്യൂവിലും കാണാം. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എം ഇപ്പോഴൊക്കെ പോസിറ്റീവാണ്. പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെയൊക്കെ പോസിറ്റീവ്. എം എന്താ? സ്ലോപ്പ്. ആരുടെ സ്ലോപ്പ്? ടാൻജന്റിന്റെ സ്ലോപ്പ്. അത് തന്നെയല്ലേ എഫ് ഡാഷ് എക്സ് അല്ലെ? ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് തന്നെയല്ലേ ടാൻജന്റിന്റെ സ്ലോപ്പും. അപ്പൊ ഇവിടെയൊക്കെ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്, അത് പ്രശ്നമല്ല. ഇനി എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആകുന്ന റീജിയൻ എവിടെയാണെന്നുള്ളത് നോക്കാം. ഞാൻ സ്ലൈഡർ ഇങ്ങോട്ടേ കൊണ്ടുവന്നു, -5 അപ്പോൾ നോക്കി. അപ്പോൾ എമ്മിന്റെ വാല്യൂ 27.89 ആണ് നിങ്ങൾക്ക് അവിടെ ലെഫ്റ്റ് കാണാൻ പറ്റുന്നത്, എമ്മിന്റെ വാല്യൂ. അപ്പോൾ ഇവിടെ ഒക്കെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, കാരണം എഫ് ഡാഷ് എക്സ് പോസിറ്റീവാണ്. ഇതിങ്ങനെ നീക്കി കൊണ്ടുവന്നിട്ട് എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് ആകുന്നത് എവിടെയാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോഴൊക്കെ എം പോസിറ്റീവാണ്, എം പോസിറ്റീവാണ്, ഒരു മാറ്റവും ഇല്ല. എം പോസിറ്റീവായിട്ട് ഇങ്ങനെ അങ്ങ് തുടർന്ന് പോകുന്നുണ്ട്. എം ഇപ്പോഴൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെയൊക്കെ പോസിറ്റീവാണ്. അതായത് എക്സ് വാല്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. -1.38 എത്തിയ സമയത്ത് വരെ പോസിറ്റീവാണ്. വീണ്ടും പോയിട്ട് കുറഞ്ഞു വരുന്നുണ്ട് സ്ലോപ്പ്. പക്ഷേ ഇവിടെ എത്തി 0.03 സ്ലോപ്പ് 0 ആയി. സ്ലോപ്പ് 0 ആണെങ്കിൽ അത് എന്തായാലും എക്സിന് പാരലലായിരിക്കും, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ഏതാ പോയിന്റ്? -1. അപ്പം -∞ മുതൽ -1 വരെ സ്ലോപ്പ്, ടാൻജന്റിന്റെ സ്ലോപ്പ് പോസിറ്റീവ്, അതായത് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി നോക്കുകയാണെങ്കിൽ -1 കഴിഞ്ഞ് പോകുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആയിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ സ്ലോപ്പ് നെഗറ്റീവായി ഇങ്ങനെ പോകുന്നുണ്ട്. ഏത് പോയിന്റ് വരെ ഇതങ്ങനെ പോകും? ഇവിടെയൊക്കെ ഇപ്പം നെഗറ്റീവാണ്, നെഗറ്റീവ്. പക്ഷെ പിന്നെ ഇത് കുറഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ ഇപ്പം എത്തിയപ്പോൾ കറക്റ്റ് വീണ്ടും ഇത് സീറോയിലെത്തിയ പോയിന്റ് ഏതാണെന്ന് ഒബ്സർവ് ചെയ്യും. സീറോയിലെത്തിയ പോയിന്റ് ഇവിടെ എത്തിയ സമയത്ത്, അതായത് എ നോക്കി, എൻ്റെ കോർഡിനേറ്റ് 2 അതായത് എക്സ് കോർഡിനേറ്റ് 2 അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലായി. -1 മുതൽ -2 വരെ ഫംഗ്ഷൻ എന്താ? ഡിക്രീസിങ്. അതെങ്ങനെയാണ് മനസ്സിലായത്? ഈ റീജിയനിൽ സ്ലോപ്പ് നെഗറ്റീവാ, അതായത് എഫ് ഡാഷ് എക്സ് നെഗറ്റീവാ. മനസ്സിലായോ? ഇനി അടുത്ത നോക്ക്. പിന്നെയും നിങ്ങളുടെ ഇത് നീങ്ങി പോകുന്നതിനനുസരിച്ച് ഇപ്പൊ സ്ലോപ്പ് കൂടി പോവുക. അതായത് എക്സ് ആക്സിൽ 2 മുതൽ പിന്നെ അങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച് പിന്നെ സ്ലോപ്പ് കൂടുന്നേ ഉള്ളൂ, അത് കുറയുന്നില്ല. റെഡി? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. എഫ് ഡാഷ് എക്സ് നെഗറ്റീവും പോസിറ്റീവും ആകുന്ന റീജിയൻ കറക്റ്റ് കിട്ടി. ഈ റീജിയനിൽ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്, ഈ റീജിയനിൽ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണ്. പക്ഷെ ഈ റീജിയനിൽ എഫ് ഡാഷ് എക്സ് അഗെയിൻ പോസിറ്റീവ് ആണ്. അപ്പൊ ഇൻക്രീസിങ് ഇന്റർവെലും ഡിക്രീസിങ് ഇന്റർവെലും നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? വളരെ സിമ്പിൾ. നമ്മൾ നേരത്തെ ചെയ്ത അതേ ആൻസർ തന്നെയാ വരിക. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആകുന്ന 0-നേക്കാളും കൂടുതലുള്ളത് -∞ മുതൽ -1 വരെയാണ്. -1 മുതൽ 2 വരെ എഫ് ഡാഷ് എക്സ് എന്താണ്? നെഗറ്റീവ് ആണ്. -1 മുതൽ 2 വരെ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ്. അപ്പൊ ഡിക്രീസിങ് ഇന്റർവെൽ, ഓപ്പൺ ഇന്റർവെൽ -1 to 2 ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. അങ്ങനെ എഴുതിയാൽ മതി. ആൻഡ് 2 to ∞ ഫംഗ്ഷൻ ഇൻക്രീസിങ്. അപ്പൊ 2 ഇൻക്രീസിങ് ഇന്റർവെൽ വരുന്നുണ്ടെങ്കിൽ ആ 2 ഇന്റർവെലും എടുത്തിട്ട് അതിന് യൂണിയൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ആൻസർ കറക്റ്റ്. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? അപ്പൊ എങ്ങനെയാ സ്ലോപ്പിന്റെ ടേമിൽ നമ്മൾ പറയാം? സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ
ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. സ്ലോപ്പ് നെഗറ്റീവ് ആകുന്നിടത്ത് ഫംഗ്ഷൻ ഡിക്രീസിങ്. എന്താ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ? സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എഫ് ഡാഷ് എക്സ്. ആരുടെ സ്ലോപ്പ്? ആ കേവിലെ ടാൻജന്റിന്റെ സ്ലോപ്പ്. ഈസി ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് 1/x വെച്ചിട്ട് നിങ്ങൾ ഇതേ സെയിം പ്രൊസീജിയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 1/x വെച്ചിട്ടൊന്ന് നോക്കാം. 1/x വെച്ചിട്ടൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയാലോ. 1/x വെച്ച് മാറ്റാം. ആൻഡ് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ അവിടുന്ന് ഫംഗ്ഷൻ മാറ്റിയാൽ മതി. ഓക്കെ, ഞാൻ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് ഇൻപുട്ട് ബോക്സ് വെച്ചിട്ടേ ഫംഗ്ഷനെ മാറ്റാം നമുക്ക്. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഞാൻ കൊടുക്കുന്നത് f(x) ആണ്. ഞാൻ f(x) ആണ് മാറ്റുന്നത്. ഫംഗ്ഷൻ മാറ്റുന്നത് ഞാൻ 1/x എന്നാണ്. 1/x എന്നാക്കി ഫംഗ്ഷൻ. f(x) മാറ്റിട്ടോ. ഇനി നിങ്ങളോട് സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ എമ്മിൽ ഉണ്ടാകുന്ന വാല്യൂ മാറ്റമാണ് നിങ്ങളോട് ചോദിച്ചത്. ഓക്കെ, -5 എന്നാണ് മൂവ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എം നെഗറ്റീവ് ആണ്, ഇവിടെ കാണാം -0.04. അപ്പോൾ ഓക്കെ, നീങ്ങുന്നതിനനുസരിച്ച് എം ഇതാ 0.05 ആയി, 0.06 ആയി, 0.07, 0.08, 0.9, -1.2, -1.3. നെഗറ്റീവ് തന്നെയാണ് അല്ലേ? നെഗറ്റീവ് തന്നെയാണ്, കുറഞ്ഞ് വരികയല്ലേ? നെഗറ്റീവ് തന്നെയാണ്. ഇനി എന്തായാലും പോസിറ്റീവ് ആവില്ല, കാരണം മൈനസ് അങ്ങനെ പോയി ഇതാ നോക്ക്, നെഗറ്റീവിലേക്ക് തന്നെയാണ് പോകുന്നത്. പോയി. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഒരു പോയിന്റിലെത്തിയ സമയത്ത് ഇവിടെ ഇങ്ങനെ കണ്ടോ നിങ്ങൾ? ഇങ്ങനെ കണ്ടേ? അതിപ്പോൾ എമ്മിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ട് അങ്ങനെ എമ്മിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ അവിടെ ഡിഫൈൻഡ് അല്ല എന്നർത്ഥം. കാരണം ഇപ്പം നിങ്ങൾക്ക് ഇതാ ലൈൻ ഇങ്ങനെ കാണാം, ഈ റെഡ്. ഞാൻ ഒരൊറ്റ ഒന്നുകൂടി റൈറ്റിലേക്ക് നീക്കിയ സമയത്ത് കറക്റ്റ് അത് y ആക്സിലെത്തി. y ആക്സിലെത്തുക എന്ന് പറഞ്ഞാൽ എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. എക്സിന് പെർപെൻഡിക്കുലർ ആകുന്ന സമയത്ത് ഏതൊരു ലൈനിൻ്റെയും സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡാണ്. കാരണം അവിടെ അതിന് എക്സ് ആക്സിനും ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 വരിക. അപ്പോൾ tan 90 നോട്ട് ഡിഫൈൻഡ് ആയതുകൊണ്ട് സ്ലോപ്പ് അവിടെ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. പിന്നെ ഇതാ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് സ്ലോപ്പ് നെഗറ്റീവിൽ തന്നെയാണല്ലോ. നെഗറ്റീവ് ആണ്, നോ പോസിറ്റീവ്. സ്ലോപ്പ് ഫുൾ നെഗറ്റീവാ, പോസിറ്റീവ് ആകുന്നേ ഇല്ല. ഇങ്ങനെ നീക്കി നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഇത് സ്ലോപ്പ് വീണ്ടും കുറഞ്ഞ് വരുന്നുണ്ട്. ഇതൊരിക്കലും എക്സ് 0 കൂട്ടിമുട്ടൂലല്ലോ. അപ്പോൾ നമ്മൾ എടുത്ത റീജിയനിലൊക്കെ ഈ എം എന്താ? നെഗറ്റീവാണ് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്ലോപ്പ് നെഗറ്റീവ് ആണെന്നാ. അപ്പോൾ 1/x നമ്മൾ ഡൊമൈനിലുള്ള ഏതെടുത്താലും അവിടെ f(x) എന്താണ്? നെഗറ്റീവാ അല്ലേ? f(x) എന്ന് പറഞ്ഞാൽ എം നിങ്ങൾക്ക് നെഗറ്റീവാണ് കിട്ടിയത്. അപ്പോൾ 1/x കേസിൽ f(x) ഈസ് ഓൾവേസ് ലെസ് ദാൻ 0 ത്രൂ ഔട്ട് ഇറ്റ്സ് ഡൊമൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ f(x) ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താണ്? f(x) ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിക്രീസിങ്. ഫംഗ്ഷൻ എന്താ? ഓൾവേസ് ഡിക്രീസിങ്. അപ്പം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ? ദിസ് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇതൊരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. എവിടെ? ത്രൂ ഔട്ട് ഇറ്റ്സ് ഡൊമൈൻ. അതായത് -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഇതെന്താണ്? ഡിക്രീസിങ്. പക്ഷെ ഒരൊറ്റ പ്രശ്നമുണ്ട്, 0 വരുന്നില്ലല്ലോ. -0 സെറ്റ് 0 വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. 0 ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല ബേസിക്കലി. ഐഡിയ മനസ്സിലാക്കുക. അടുത്തത്, ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ സൈൻ ഓഫ് f(x) ആൻഡ് ഇന്റർവെൽ ഇൻ വിച്ച് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. സിമ്പിൾ കാര്യം. f(x) പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്, f(x) നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. അതാണ് നമ്മൾ ഇവിടുന്ന് എഴുതേണ്ട ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. വളരെ ഈസി അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് കാണിച്ചു തരാം, എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യനും കാണിച്ചു തരാം. ഇനി ഇതൊന്നും അല്ലാതെ ഇപ്പോൾ ഒരു പുതിയ കാര്യം പഠിച്ചു. f(x)ന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്, f(x)ന്റെ വാല്യൂ നെഗറ്റീവ് ആണ് ഫംഗ്ഷൻ ഡിക്രീസിങ്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് f(x)ന്റെ ഗ്രാഫ് വെച്ചുകൊണ്ട് പറയാൻ പറ്റുക? അതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് f(x)ന്റെ ഗ്രാഫും f(x)ന്റെ ഗ്രാഫും വരച്ചുകൊണ്ട് ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒബ്സർവ് ചെയ്യും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഒബ്സർവ് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം നമുക്ക്. സോ ഞാൻ ജസ്റ്റ് ഈ ഫംഗ്ഷൻ 8x³ - 9x² - 15x വരയ്ക്കണം. അപ്പം ഞാനേ പുതിയൊന്ന് എടുക്കാം, ന്യൂ വിൻഡോ എടുക്കാം. നമുക്ക് വരയ്ക്കേണ്ടത് എന്താ? 8x³ - 9x² - 15x. 8x³ - 9x² - 15x. അപ്പം ഞാൻ ഇൻപുട്ട് പോയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. 8x³ - 9x² - 15x. ഓക്കെ, x³ ഇടുമ്പോൾ x⁻³ തന്നെ ഇടുക, x² ഇടുമ്പോൾ x × x ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് ഗ്രാഫ്.
ഭംഗിയായിട്ടുള്ള ഗ്രാഫ്. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനിലുണ്ട്. ഇതാ ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഡാഷ് എക്സ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇതാ 24x² - 18x - 15 എന്ന് പറഞ്ഞ് ഡെറിവേറ്റീവ് നിങ്ങൾ അല്ലാതെ കണ്ടെത്തിയിട്ട് ഗ്രാഫ് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ വരച്ചാൽ തെറ്റൊന്നാണെന്നൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ഇൻപുട്ട് ബോക്സ് പോയിട്ട് നിങ്ങൾ ഡെറിവേറ്റീവ് ഒന്ന് അടിക്കാം. ഡെറിവേറ്റീവ് എന്ന് അടിക്കുമ്പോൾ തന്നെ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷനാണ് വരുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ എന്താ നമ്മൾ ഇവിടെ എടുത്ത ഫംഗ്ഷൻ്റെ പേര്? എഫ് ഓഫ് എക്സ് എന്നല്ലേ. അപ്പോൾ എഫ് എന്ന് മാത്രം അടിച്ചു കൊടുത്താൽ മതി. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ നോക്ക്, ഡെറിവേറ്റീവ് ഒരു വയലറ്റ് കളറിലും ഫംഗ്ഷൻ നിങ്ങൾക്കൊരു റെഡ് കളറിലും കാണാം. ഞാൻ ഇത് കളറുമാണെങ്കിൽ മാറ്റിയിട്ട് കുറച്ചുകൂടി വിസിബിൾ ആയുള്ള കളറേ ഒരു ലൈറ്റ് ഗ്രീനൊക്കെ കൊടുക്കാം. വിസിബിൾ അല്ലേ? ബ്ലൂ കൊടുക്കാം. ഓക്കെ, ബ്ലൂ ആണ് കുറച്ചുകൂടി നല്ലതല്ലേ. ബ്ലൂ കൊടുക്കാം. ബ്ലൂ മതി. ഓക്കെ, ബ്ലൂ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, ഈ റെഡാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്, ഈ ബ്ലൂ ആണ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ്. രണ്ടും കൂടി ഒരുമിച്ച് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ചോദ്യം അതൊന്നുമല്ല. എന്താണെന്നറിയോ ക്വസ്റ്റ്യന്? നിങ്ങളുടെ ഈ ഫംഗ്ഷന് നമ്മളിപ്പോൾ അതാ നോക്ക്, എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവും നെഗറ്റീവും ആകുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും പറയാം. നിങ്ങൾക്കിത് വളരെ സിമ്പിളായിട്ട് ഒബ്സർവ് ചെയ്യാനുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ ഫംഗ്ഷൻ്റെത് ഹൈഡ് ചെയ്തു. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് എഫ് ഡാഷ് എക്സ്. ഇത് നമ്മുടെ എക്സാമിനും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ആ ഒരു കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഞാൻ വേണമെങ്കിൽ എഫ് ഡാഷ് എക്സ് ഇപ്പോൾ എക്സ് ആക്സിന് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതൊക്കെയാണ്? ഇത് കറക്റ്റ് ഒബ്സർവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കിക്കോ, നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് രണ്ടാമത്തത് എടുക്കാം. എന്നിട്ട് ഇതിൽ ഇൻ്റർസെക്റ്റ് സെലക്ട് ചെയ്യുക. ഇൻ്റർസെക്റ്റ് സെലക്ട് ചെയ്തിട്ട് കേവും ഒന്ന് സെലക്ട് ചെയ്യുക. പിന്നെ എക്സ് ആക്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് വേണ്ടത്. എക്സ് ആക്സും സെലക്ട് ചെയ്യുക. റെഡി ആയില്ലല്ലോ. ഇൻ്റർസെക്റ്റ് എടുക്കുക. എന്നിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഒന്ന് എക്സ് ആക്സിസ്, ഒന്ന് കേവ്. ഓക്കെ, രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. യെസ്, ഇപ്പോൾ കിട്ടി. റെഡി. അപ്പോൾ അതാ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ഫംഗ്ഷൻ ഇവിടെ 1.25 -0.5 ഇവിടെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സ് ആക്സിന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇത് എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ വൈ വാല്യൂസ് ഇവിടെ തന്നിട്ടുള്ളതൊക്കെ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂസാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഫംഗ്ഷൻ എന്തെങ്കിലും ആവട്ടെ -∞ ഇങ്ങനെ വരുന്നുണ്ട്. -∞ ഇങ്ങനെ വരുന്ന സമയത്ത് എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വരെയാണ് പോസിറ്റീവ് ആണെന്നറിയോ? അതായത് -∞ 0 എത്തുന്നത് വരെ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. 0 കേട്ടോ, ഈ -0.5 ആണ്. കൺഫ്യൂഷൻ ആവരുത്. ഈ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിന്റ് എടുക്കുക, ഷോ ലേബൽ അടിക്കുക, അത് ഹൈഡ് ആയതാണല്ലോ. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ എടുത്താൽ മതി. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ബേസിക്സിൽ നിങ്ങൾക്ക് ഷോ ലേബൽ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് നെയിം എന്നുള്ളിടത്ത് നെയിം ആൻഡ് വാല്യൂ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് കിട്ടും. ഇതിൻ്റെതും നെയിം ആൻഡ് വാല്യൂ ആക്കാം. അപ്പോൾ രണ്ടിൻ്റെതും കോർഡിനേറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് സെലക്ട് ചെയ്തില്ല. ഇതൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. നെയിം ആൻഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി. എക്സ് ആക്സിലെ പോയിന്റ് -0.5 1.25 ആണ് ഇൻ്റർസെക്ട് ചെയ്യുന്നത് എഫ് ഡാഷ് എക്സ്. ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നോക്കിയാൽ മതി. അപ്പം -∞ മുതൽ -0.5 വരെ ഈ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് വരുന്ന സമയത്ത് ആ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവാണ്.
ആൻഡ് ഈ -0.5 മുതൽ 1.25 വരെ നിങ്ങൾ എടുത്തു നോക്കുക. ഇങ്ങനെ ഗ്രാഫ് പോകുന്നതിനനുസരിച്ച് എക്സ് വാല്യൂസ് പോകുന്നതിനനുസരിച്ച് എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ നോക്കടാ. എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ ഒക്കെ അപ്പം നെഗറ്റീവ് അല്ലേ? ഇതാ ഇത് എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. എവിടെ മുതൽ? എ മുതൽ ബി വരെ പാസ് ചെയ്യുമ്പോൾ. എയുടെ പോയിന്റ് എക്സ് ആക്സിലെ പോയിന്റ് എന്താ? -0.5. ബിയുടേതോ 1.25. അപ്പോൾ -0.5 മുതൽ 1.25 വരെ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. ഇവിടെ നിങ്ങൾ കയറ്റോ ഇറക്കോ നോക്കേണ്ട ആവശ്യമില്ല. അത് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫിലാണ്. എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫിൽ നിങ്ങൾ ആ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ നോക്കിയാൽ മതി. എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകുന്ന റീജിയൻ ആണ്. കാരണം ഇത് എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫാണ് നമ്മൾ വരച്ചത്. നെഗറ്റീവ് ആകുന്നത് -0.5 മുതൽ 1.25 വരെ. അപ്പോൾ -0.5 മുതൽ 1.25 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. വീണ്ടും 1.25 നിന്ന് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച് എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ എഗെയിൻ പോസിറ്റീവാണ്. അപ്പോൾ 1.25 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. കാര്യം മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവെൽ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് അത് മാറ്റി എഴുതണം. അതായത് -∞ മുതൽ -0.5 വരെയും ആൻഡ് 1.25 അല്ലേ, 1.25 മുതൽ ഇൻഫിനിറ്റി വരെയും ഫംഗ്ഷൻ ഇൻക്രീസിങ്, -0.5 മുതൽ 1.25 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ്. അപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാം. അവിടെ നിങ്ങൾ ഗ്രാഫിൽ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ നോക്കിയാൽ മതി. ആൻഡ് കറക്റ്റ് ഈ എക്സ് ആക്സിസ് പോയിന്റ് ഏതാണെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇൻ്റർസെക്റ്റ് സെലക്ട് ചെയ്യണം കേട്ടോ. ഇൻ്റർസെക്റ്റ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ് ഏതാണെന്ന് മനസ്സിലാവും. റെഡി? ഇനി ഞാൻ ഇതേ സംഭവം തന്നെ ഞാൻ ഇൻപുട്ട് ബോക്സ് കൊടുത്തിട്ട് ഈ ഫംഗ്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഇൻപുട്ട് ബോക്സ് കൊടുത്തിട്ട് ഫംഗ്ഷൻ ഒന്ന് വേറൊരു ഫംഗ്ഷൻ ആക്കി നോക്കട്ടെ. ഇൻപുട്ട് ബോക്സ് നിങ്ങൾക്ക് ആ ഒരു ഒബ്സർവേഷൻ എഫ് എന്ന് പറഞ്ഞ് മാത്രമേ കൊടുത്തുള്ളൂ. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, എന്നിട്ട് ഞാൻ ഫംഗ്ഷനെ മാറ്റുന്നത്, ഇവിടെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. sin 3x മാത്രം. sin 3x എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് വെച്ചുകൊണ്ട് നമുക്കത് ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവെൽ എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് നോക്കാം. sin 3x ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് ഇവിടെ എഫ് ഡാഷ് എക്സ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇപ്പോൾ എഫ് ഡാഷ് എക്സാണ് കിട്ടിയത്. കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മൾ എഫ് ഓഫ് എക്സിനെയാണ് ഇൻപുട്ട് ബോക്സ് വെച്ച് മാറ്റിയത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇതാണ് ഈ റെഡ്, ആൻഡ് അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഐഡിയ. കംപ്ലീറ്റ്ലി ഉണ്ട്, ഡൊമൈൻ മൊത്തം ഉണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ കൂടുതലൊന്നും ചെയ്യണ്ട, നിങ്ങൾ കൂടുതലായിട്ടൊന്നും പറയൊന്നും വേണ്ട, നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് നോക്കുക. എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ ആണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ വേണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ഷനിൽ പോകണേ, സെലക്ഷൻ എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രാഫിക്സ് പോയിട്ട് ഞാൻ ആക്സിസ് വാല്യൂസ്, എക്സ് ആക്സിൻ്റെ വാല്യൂസ്, സൈൻ എക്സ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും എക്സ് ആക്സിസ് വാല്യൂസ് നിങ്ങൾ ആംഗിളിൻ്റെ ടേമിലേക്ക്, അതായത് റേഡിയനിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ π/2 ആ ഒരു സംഭവം എടുത്തു. π/2 -π/2 ഒക്കെ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടിയും ചെറുതാക്കണമെങ്കിൽ വാല്യൂ ചെറുതാക്കുകയും ചെയ്യട്ടോ. π/4 ആക്കണോ? π/4 ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, π/4 ആക്കി, ഒരു രസം. റെഡി? ഇനി നോക്കിക്കോ. അപ്പോൾ ഇത് എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫാണ്. ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവെൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സിമ്പിളായിട്ട് ഇത്ര ഒരു കാര്യം ചെയ്താൽ മതി. വേണമെങ്കിൽ ഞാൻ ഈ ഗ്രാഫിലും എക്സ് ആക്സിലും ടച്ച് ചെയ്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ വെറുതെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്. ഇങ്ങനെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതാ ഇവിടെ ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ട്, എക്സ് ആക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഇങ്ങനെ ഒരുപാട് കാണാം. അപ്പോൾ നിങ്ങൾ ഇൻക്രീസിങ് ഇൻ്റർവെല്ലും ഡിക്രീസിങ് ഇൻ്റർവെല്ലും എങ്ങനെയാണ് കണ്ടെത്തുക? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. ഇൻക്രീസിങ് ആണെങ്കിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണല്ലോ ഇത്, എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫാണല്ലോ. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് എഫ് ഡാഷ് എക്സ് ഒന്ന് കാണാം. കറക്റ്റായിട്ട് ഇത് വിസിബിൾ അല്ല, എഫ് ഡാഷ് എക്സ്. ഈ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആകുന്ന സ്ഥലത്താണ് ആക്ച്വലി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പോയിന്റിൽ പോയാലേ -π/4 ഒന്നും അല്ല കേട്ടോ. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോയിട്ട് നിങ്ങൾക്ക് ഷോ ലേബൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നെയിം ആൻഡ് വാല്യൂ ആ പോയിന്റ് കറക്റ്റ് ഏതാന്നുള്ളത് കിട്ടും. -0.52,0 എന്നാ. യെസ്, ഓക്കെ. അപ്പോൾ അങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നോക്കിക്കോ, നിങ്ങളിതാ ഈ റീജിയൻ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. ഈ റീജിയനിൽ അപ്പോൾ വാല്യൂ കൂടുന്നത്. ഓക്കെ, ഇവിടെ മുതൽ ഇവിടെ വരെ എത്തുന്ന സമയത്താണ് ഫംഗ്ഷൻ ആക്ച്വലി ഇൻക്രീസിങ് ആവുക.
ഇവിടെ മുതൽ ഇവിടെ വരെ എക്സ് ആക്സ് പോകുമ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസിങ്. അതെങ്ങനെയാണ്? ഇവിടെയൊക്കെ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. ഇനി ഈ റീജിയൻ മുതൽ ഈ റീജിയൻ വരെ എത്തുന്ന സമയത്ത്, അതായത് 0.52 മുതൽ 1.57 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. കാരണം ഇവിടെ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഓക്കെ, ആൻഡ് അതേപോലെ ഇവിടെ മുതൽ നോക്കിയാൽ ഇത് π/2 ആണ്. π/2 മുതൽ കറക്റ്റ് ഇവിടെ വരെ എത്തുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ ഒക്കെ പോസിറ്റീവാണ്. അതായത് എക്സ് ആക്സിന് മുകളിലാണ്, പൈ വാല്യൂ പോസിറ്റീവാണ്. അപ്പോൾ അവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഇങ്ങനെയാണ് എഫ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് വെച്ചുകൊണ്ട് അത് ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് എക്സാമിന് ചോദിച്ച ടൈപ്പ് ആ രീതിയിലൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നോക്ക്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ x³ - 3x² + 3. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ് വരയ്ക്കാം, അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. പിന്നെ അടുത്ത നോക്ക്, ഒബ്സർവ് ദ ഗ്രാഫ് ഇൻ വിച്ച് ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ഫംഗ്ഷൻ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഫംഗ്ഷന് കയറ്റം വരുന്ന സ്ഥലത്ത് ഇൻക്രീസിങ്, ഇറക്കം വരുന്ന സ്ഥലത്ത് ഡിക്രീസിങ്, അത് ഒബ്സർവ് ചെയ്യാം. പിന്നെ മേക്ക് ദ ഡിസ്റ്റൻസ് ഓൺ എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/4. അത് മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് അറിയാലോ. റൈറ്റ് ക്ലിക്ക് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രാഫിക്സിൽ നിങ്ങൾ അവിടെ പോയി എക്സ് ആക്സിൻ്റെ വാല്യൂ π/4 ആക്കുക. എന്നിട്ട് ഗ്രാഫ് ഓഫ് cos 2x ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, cos 2x ഗ്രാഫ് വളരെ ഭംഗിയായിട്ട് വരയ്ക്കാം. എന്നിട്ട് ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇൻ 0 to π. അപ്പോൾ നിങ്ങൾ അത് കൊടുക്കുന്ന സമയത്ത് f(x cos 2x) എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ താഴെ പുതിയൊരു ഫംഗ്ഷൻ ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾ ഇഫ് കണ്ടീഷൻ വെച്ച് കൊടുത്താൽ മതി. ഇഫ് കണ്ടീഷൻ ക്ലോസ്ഡ് 0 to π, അതായത് 0 <x <= 2π, ദെൻ f(x = cos x) എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി ചെയ്തു. എന്നിട്ട് അവിടെ ഇൻക്രീസിങ് ഡിക്രീസിങ് ഒബ്സർവ് ചെയ്യുക. ഇനി അടുത്തതാ, നിങ്ങളുടെ സ്ലോപ്പ് വെച്ചിട്ടുള്ളത് നോക്കി ഈ ഫംഗ്ഷൻ വരയ്ക്കുക. നിങ്ങൾ ഗ്രാഫിൽ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യണം. ഗ്രാഫ് പോയിന്റ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ f(a) എന്ന് പറഞ്ഞ് പോയിന്റ് പ്ലോട്ട് ചെയ്യേണ്ടി വരും. ഗ്രാഫിൽ പോയിന്റ് പ്ലോട്ട് ചെയ്യുക, അതും നമ്മൾ ചെയ്തു. ഗ്രാഫിൽ എങ്ങനെയാണ് പോയിന്റ് പ്ലോട്ട് ചെയ്യേണ്ടത്? a, f(a) എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുത്താൽ മതി. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തിട്ടോ. പിന്നെ ഡ്രോ ദ ടാൻജന്റ് ടു ദി കർവ്. ടാൻജന്റ് വരയ്ക്കാനും സ്ലോപ്പ് കണ്ടെത്താനുള്ളത് പറഞ്ഞു. എന്നിട്ട് അത് സ്ലോപ്പ് ഒബ്സർവ് ചെയ്തുകൊണ്ട് സ്ലോപ്പിന്റെ വാല്യൂ പോസിറ്റീവ് ആകുന്ന റീജിയനിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്, സ്ലോപ്പിന്റെ വാല്യൂ നെഗറ്റീവ് ആകുന്ന റീജിയനിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്. സിമ്പിൾ കാര്യം. ഇനി ഫംഗ്ഷൻ മാറ്റിയിട്ട് ഈ ഫംഗ്ഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് ആ ടാൻജന്റിന്റെ സ്ലോപ്പ് വെച്ചുകൊണ്ട് വീണ്ടും വേറെ രീതിയിൽ പറയാം. ഇത്രയുള്ള പരിപാടി. ഇനി അടുത്ത നോക്കുക, ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് f(x) ആയിരുന്നു. അതിൻ്റെ f'(x) കണ്ടിട്ട് ഇൻക്രീസിങ് ഡിക്രീസിങ് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയുള്ളൂ സംഭവം. ബേസിക് കൺസെപ്റ്റുകൾ പഠിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയകൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ബോർഡ് എക്സാമിനും കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് തന്നിട്ട് ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവൽ ചെയ്താനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഐഡിയകൾ പെർഫെക്റ്റ്ലി മനസ്സിലാക്കി വെക്കുക. ആൻഡ് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ലാബ് നല്ലതുപോലെ പഠിക്കുക. ബൈ.